അതെ അതെ. ഇങ്ങനെ ആരെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അവരെ പിടിച്ച് അകത്ത് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഇടാനാണോ? അതിനോട് എനിക്ക് യോജിപ്പില്ല. ചേട്ടൻ പറഞ്ഞതാണ് ശരി. അത്രയും ഇതില് ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്ത ഇതെന്താ എന്റെ കൊച്ചു പോകുമ്പോൾ എനിക്ക് എന്റെ വിഷമം ഉള്ളൂ. വേറെ ആർക്കും വിഷം ഉണ്ടല്ലോ, എല്ലാവരും മതി. അത് വേണ്ട. എന്താന്ന് പറഞ്ഞോ, ഇങ്ങനെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അവനവന് വരുമ്പോഴേ വേദന അറിയത്തുള്ളൂ. ഇപ്പം എന്റെ പെണ്ണുങ്ങളാണ് തളർന്നത് 4 വർഷം കഴിഞ്ഞാണ് ഈ കാട് വെട്ടിയാൽ നിന്നൊരു കുടുംബം കഴിച്ചു പോണത്. അത് ചക്കൻ കാട് വെട്ടിക്കൊണ്ട് നടന്നിട്ട് എന്ത് പോലീസുകാർ പറഞ്ഞോട്ട് ഓടി വീണതെന്ന് പറയുമ്പോ വിഷമമുണ്ട്. ടീച്ചർ നിങ്ങൾക്ക് ഉണ്ടാകുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ളവരെ കൊന്നു കളയണം. ഇല്ല നിങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ അത്തുവാണ്ട് വന്നിട്ട് ഈ കൊച്ചുങ്ങളെ പറക്ക 10-26 വയസ്സായി എനിക്ക്. ഈ കൊച്ചുങ്ങളെ പറക്ക വെല്ലുവിളിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല, എന്റെ കൊച്ചു തിരിച്ചു വരില്ല. ആര് വന്നാലും വന്നില്ലേലും അത് പോയി കൊച്ചു തിരിച്ചു വരില്ല. എനിക്കറിയാം. അതിനില്ലാതിരിക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നത്. നമ്മൾ ചില്ലുമേടയിലൊന്നുമില്ല. പിന്നെ പണ്ട് ചെറിയ പാടിയ പാട്ട് പോലെ ചില്ലുമേടയിൽ ഇരുന്ന് കതിറിയില്ല എന്നുള്ള പാട്ടൊക്കെ ചിലപ്പോൾ പാടേണ്ട ഗതിയോട് വന്ന് നമുക്ക് അന്നേരം പിന്നെ പോലീസിനെ വിട്ട് ഞങ്ങൾ പിടിപ്പിക്കാനും ജാമ്യമില്ലാതുകൊണ്ട് ഇപ്പൊ പുള്ളിക്കാരെയൊക്കെ ജാമ്യമില്ല പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ നിയമമൊക്കെ നിർത്തി വയ്ക്കാം. അവരെ പേര് കേൾക്കെന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നന്നായിട്ട് ഇനി അങ്ങനെ അങ്ങോട്ട് വരും ഉള്ള കാര്യം തീർത്ത് പറഞ്ഞേക്കാം. പോകാൻ പറ്റുന്ന പോവാ. ഇല്ല ഞങ്ങൾ കൃഷിക്കാർ വേറെ മണ്ടന്മാരാക്കരുത് എന്നുള്ള. ഇപ്പൊ ടീച്ചറെ പാച്ചനാന്ന് പറഞ്ഞ് ഒരാളവിടെ വെക്കുന്നു. അതിന്റെ ഒക്കെ കൊച്ചിന്റെ അവസ്ഥ എന്താ? ഇതെല്ലാം നമ്മൾ ഒരാളെയല്ല കാണുന്നത്. ചേട്ടൻ മറ്റേ വീട്ടിൽ പോയിട്ടാ വരുന്നത്. നമുക്ക് ചേട്ടൻ്റെ അതേ വികാരവും സങ്കടവും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി. അതുകൊണ്ട് ഞാൻ വടക്കല്ല പറയുന്നത്, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതായിരുന്നു. അയ്യോ ചേട്ടൻ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ ഇതൊരു ഇതായിട്ട് ആ സങ്കടം എന്ത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ കേള് സാറല്ലേ 7 ദിവസം കാത്തിരിക്കേണ്ട ഇവിടെ എന്ന് പറയാം. കേളു സാർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ ഒന്ന് വന്നിട്ട് വേറെ അല്ല വന്നാലും എന്റെ കൊച്ചു രക്ഷപ്പെടില്ല. പക്ഷെ അതല്ല ഒരു നീതിപാലകനായത് ആ മനുഷ്യൻ ഇവിടെ ഒന്ന് വന്നിട്ട് പോകാമായിരുന്നു. അത് ഞാൻ വേറെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഞാൻ മാന്യമായിട്ട് ഉള്ളൊരു പേരുള്ളൂ. നിങ്ങൾ ഇല്ലാത്ത വീട് അല്ല അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു. ടീച്ചറോട് പറഞ്ഞാൽ ഞാൻ നിർത്തും കുറച്ചുകൂടി. അതുകൊണ്ട് എന്റെ തെറ്റ് പറയാൻ നിങ്ങൾ ക്ഷമിക്കുക. എന്റെ ബുദ്ധിമുട്ട് പറഞ്ഞു പോയതാണ്. ഇപ്പം ചേട്ടന്റെ വികാരം മനസ്സിലാക്കാത്തവരാണോ ചേട്ടൻ പറയുന്നത്? എന്തുകൊണ്ട് ആരും എന്നെ തെറ്റിദ്ധരിക്കും. നമ്മളെപ്പോഴും കാണുന്നവരാ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കുക. അയ്യോ അത് നമ്മള് അങ്ങനെ പറയരുത്. ആ സാധനത്തിന് കൊന്നു കളയണം. അല്ലാണ്ട് വിട്ടിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്ര എണ്ണത്തിന് മുഴുക്ക ഇല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കമ്പിവേലിട്ട് വെള്ളം തീറ്റൊക്കെ അതിൽ തന്നെ കൊടുക്കട്ടെന്നാണ് ഞാൻ പറയുന്നത്. സർക്കാരിന് പൈസ ഉണ്ടാക്കാം. നമ്മുടെ കാട്ടിൽ കിടക്കുന്ന ഉണക്ക തേക്ക് മാരം പണത്തിനും വെട്ടി വിറ്റാൽ മതി. നമ്മുടെ ബാവിലും കൊല്ലും കൊണ്ടുള്ള ഉണക്ക തേക്ക് തുടങ്ങും ഉണ്ടോ? ഒരു 50 കോടി രൂപയുടെ തേക്കുണ്ടാവും ഉണക്ക തേക്ക്. അതും ആളെ കുത്തിപ്പൊളിച്ചുടങ്ങിയതാണ്. നാട്ടുകാരെ നമ്മളാരും കുത്തിപ്പൊളിച്ചല്ല. അത് വെട്ടി വിറ്റ് കഴിഞ്ഞാലും അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. 10 കുളം കുറ്റി വെള്ളം ഉണ്ടാക്കി ആ പണി എനിക്ക് കുട്ടിയായിട്ട് ഞാൻ എടുക്കാം. ഞങ്ങളുടെ നാട്ടുകാർ കൂടി എടുത്തു തരാം. അത് ഞങ്ങൾ ചെയ്തു തരാം. നാട്ടുകാർ ചെയ്ത് തരാൻ പറ്റില്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് എന്താ വഴക്കല്ലാന്ന് എന്നോട് അത്ര വിഷമം കൊണ്ട് പറഞ്ഞു പോയതായിരുന്നു. ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര ടീച്ചർ പോയി നമ്മളൊക്കെ എപ്പോഴും കാട്ടിയതാണ്. ഞാൻ അവിടെ ചെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ ഓർക്കരുത്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് ആർക്കും ഉണ്ടാവില്ല.